പാമ്പിന് പാൽ കൊടുക്കുക എന്നൊരു ചൊല്ലുണ്ട്. സത്യത്തിൽ ഇന്ത്യയുടെയും തുർക്കിയുടെയും കാര്യത്തിൽ ഇന്ത്യക്ക് സംഭവിച്ചത് ഇതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി കടിക്കാൻ സാധ്യതയുള്ള പാമ്പിൻ്റെ പത്തി നോക്കി തല്ലാനും അതിൻ്റെ വിഷപ്പല്ല് ഒടിച്ചു കളയാനും ഇന്ത്യക്ക് മുന്നേ സാധിച്ചിട്ടുണ്ട്. 2023 ഫെബ്രുവരി മാസത്തിലാണ് തുർക്കിയിലും സിറിയയിലും വലിയ നാശം വിതച്ച ഭൂകമ്പം ഉണ്ടാകുന്നത്. അന്ന് ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ഇരു രാജ്യങ്ങൾക്കും വേണ്ട സഹായങ്ങളെല്ലാം ഇന്ത്യ എത്തിച്ചു നൽകിയിരുന്നു. കൂടാതെ നമ്മുടെ കേരള സർക്കാർ 10 കോടി രൂപ അന്ന് തുർക്കിക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ഏതാണ്ട് 2 വർഷത്തിനിപ്പുറം തുർക്കി ഇന്ത്യക്ക് എന്താണ് തിരിച്ചു നൽകിയത്? 2025 ഏപ്രിൽ 22 നടന്ന പെഹൽഗാം മതഭീകരവാദ ആക്രമണത്തിന് ശേഷം കൃത്യം 15ാമത്തെ ദിവസം, അതായത് മെയ് 7-ാം തീയതി, ഇന്ത്യ പാകിസ്ഥാനിലെ 9ഓളം തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തി. ശക്തമായ അനിവാര്യമായ തിരിച്ചടി. ശ്രദ്ധിക്കണം, ജനങ്ങളെയല്ല തീവ്രവാദികളെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. തീവ്രവാദികളുടെ വീടും പരിശീലന കേന്ദ്രങ്ങളും പിന്നീട് തീവ്രവാദികൾക്ക് സഹായം നൽകിയപ്പോൾ മാത്രം ചില സൈനിക കേന്ദ്രങ്ങളും ഇന്ത്യ കത്തിച്ച് ചാമ്പലാക്കി. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് വിളിച്ച ഈ തിരിച്ചടിയെ സാമാന്യ ബോധമുള്ള ആരും എതിർക്കാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ ഇവിടെ തുർക്കി അപലപിക്കുക മാത്രമല്ല, ഈ കാര്യത്തിൽ പാകിസ്ഥാൻ്റെ കൂടെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. ഓരോരുത്തർക്കും അർഹിക്കുന്ന മറുപടിയും പ്രതികരണവും നൽകാൻ ഇന്ത്യ ഒരു കാലത്തും മടിച്ചിട്ടില്ല. ഇന്ത്യക്കാർക്കും ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കൊത്തുന്ന തുർക്കിക്കെതിരായുള്ള ഇന്ത്യയുടെ ബഹിഷ്കരണമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസിലെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന പ്രധാന വാർത്ത. പ്രത്യേകിച്ച് തുർക്കി ഇന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഇന്ത്യൻ സംഭാവനകൾ വലിയ രീതിയിൽ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യം കൂടിയാണ് തുർക്കി. എന്നാൽ ഇന്ത്യയുടെ പ്രധാന തിരിച്ചടിയും തന്ത്രങ്ങളും നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളൊന്നും തന്നെയല്ല, വെറും ടൂറിസം ബഹിഷ്കരണവുമല്ല. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പാമ്പിൻ്റെ വിഷപ്പല്ലൊടിക്കുന്ന നയതന്ത്ര തീരുമാനങ്ങളാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. എങ്കിലും സംശയങ്ങളുണ്ടാവും. മുൻപ് പല ബഹിഷ്കരണങ്ങളും, പ്രത്യേകിച്ച് മാൽദീവ്സിൻ്റെ കാര്യത്തിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, തിരിച്ചടികളും കണ്ടിട്ടുള്ളതാണ്. അതെല്ലാം ചേർത്ത് വായിച്ചാൽ ഇന്ത്യയുടെ ഇപ്പോൾ നടക്കുന്ന ഈ ബഹിഷ്കരണം എത്രത്തോളം വിജയകരമായിട്ട് മാറും? ഇത്തരം ബഹിഷ്കരണങ്ങൾ തുർക്കിയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കുമോ? ജനങ്ങളുടെ ടൂറിസം ബഹിഷ്കരണം കൂടാതെ നയതന്ത്ര തലത്തിൽ അതിവിദഗ്ധമായി ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് മനസ്സിലാക്കാം. ഈ വിഷയത്തിൽ തുർക്കിയെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യമെല്ലാം തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഇപ്പോൾ ഇന്ത്യയും തുർക്കിയും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം? അത് പറയുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാം. ഞാനും നിങ്ങളും ലോകത്ത് നടക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും പഠിക്കാനുമെല്ലാം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവിടെയെല്ലാം നമ്മുടെ രാജ്യം വിജയം കൈവരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മളാണ് ഇന്ത്യ. നമ്മൾ ഓരോരുത്തരും മെച്ചപ്പെടുമ്പോഴും വിജയിക്കുമ്പോഴും രാജ്യം വിജയിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ കഴിവും വരുമാനവും വർദ്ധിപ്പിക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പുതിയ ലോകത്ത് അതിന് സാധിക്കണമെങ്കിൽ നിങ്ങൾ ടെക്, നോൺ ടെക് മേഖലയാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും AI നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് 180 മിനിറ്റ് കൊണ്ട് പ്രധാന AI ടൂളുകളെല്ലാം സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. 15,000 രൂപ വിലമതിക്കുന്ന ഈ AI ട്രെയിനിങ് ആദ്യം ജോയിൻ ചെയ്യുന്ന 1500 പേർക്ക് മാത്രം സൗജന്യമായിരിക്കും. AI ഉപയോഗിച്ച് കോംപ്ലക്സ് എക്സൽ ഡാറ്റകൾ കൈകാര്യം ചെയ്യാനും ബിസിനസ് സ്ട്രാറ്റജീസ് നിർമ്മിക്കാനും പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കാനും നന്നായി AI പ്രോംപ്റ്റ് ചെയ്യാനും പുതിയ ജോലി കണ്ടെത്താനും ഉള്ള ജോലിയുടെ വരുമാനം കൂട്ടാനും എല്ലാം ഇത് ഉപകാരപ്പെടുന്നതാണ്. അടിസ്ഥാന കാര്യങ്ങൾ സൗജന്യമായി പഠിച്ച ശേഷം പിന്നെ പണം അടച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പഠിക്കണോ വേണ്ടയോ എന്ന കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഈ കാര്യങ്ങളിലെല്ലാം അറിവുള്ള ആളുകൾ വർഷത്തിൽ 30 ലക്ഷവും 38 ലക്ഷവും 50 ലക്ഷവും ഒക്കെ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. 20 ലക്ഷത്തിലധികം ആളുകൾ പഠിച്ച ഈ ട്രെയിനിങ് ആദ്യം ജോയിൻ ചെയ്യുന്ന 1500 പേർക്ക് മാത്രമാണ് സൗജന്യമായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നോക്കിക്കോളൂ. നമുക്കെന്തായാലും വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ പിന്തുണ വാക്കുകളിൽ മാത്രമായിരുന്നില്ല, പ്രവൃത്തിയിലും പ്രകടമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ തുർക്കി പാകിസ്ഥാന് അടിയന്തരമായിട്ട് സൈനിക സഹായങ്ങൾ നൽകുന്നുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു. ഇതിനിടയ്ക്ക് മെയ് 5-ാം തീയതി തുർക്കിയുടെ നാവിക കപ്പൽ കറാച്ചി പോർട്ടിൽ എത്തിയതായിട്ട് പാകിസ്ഥാൻ നേവി തന്നെ പുറത്തുവിട്ട വിവരങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത് വെറുമൊരു ഗുഡ്വിൽ വിസിറ്റ് എന്നാണ് അതിനവർ നൽകിയ വിശദീകരണം. ഇന്ത്യയെ ആക്രമിക്കാൻ കൂപ്പുകൂട്ടുന്ന പാകിസ്ഥാന് തുർക്കി ആയുധങ്ങളും സൈനിക സഹായങ്ങളും കൊടുക്കുന്നു എന്ന വാദങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനും തുർക്കിയും ഒരുപോലെ ഈ വാദങ്ങളെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. പാവങ്ങളല്ലേ, സത്യം മാത്രം പറയുന്ന ആളുകളുമാണ്, സത്യസന്ധരുമാണ്. അതുകൊണ്ട് വെറുതെ ചായ കുടിക്കാൻ സൈനിക കപ്പലുമായിട്ട് വന്നതാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കണം. എന്തായാലും മുകളിൽ സൂചിപ്പിച്ചതുപോലെ മെയ് 7-ാം തീയതി നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ മതഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. അവരുടെ സാധാരണ ജനങ്ങളെയോ സൈനിക താവളങ്ങളെയോ ഒന്നും തന്നെ ആക്രമിക്കുകയായിരുന്നില്ല ഇന്ത്യയുടെ ഉദ്ദേശം.
ഇന്ത്യയെ നിരന്തരം മുറിവേൽപ്പിക്കുന്ന ഭീകരവാദ ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള തിരിച്ചടി എന്നുള്ള നിലയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് ഇതിന് മറുപടി എന്ന വണ്ണം ഇന്ത്യയിലെ ജനവാസ മേഖലകളെയും സൈനിക താവളങ്ങളെയും ആക്രമിക്കാൻ പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തി. പ്രധാനമായും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത്. പിറ്റേ ദിവസം മെയ് 8-ന് അതിന് ഇന്ത്യ കൃത്യമായ മറുപടികൾ കൊടുക്കുകയാണ്. ലാഹോറിലെ പാകിസ്ഥാൻ്റെ HQ-9B എന്നറിയപ്പെടുന്ന ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തതായിട്ട് റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി. ഇതിൻ്റെ എല്ലാം പ്രതികരണം എന്നോണം വീണ്ടും മെയ് 8-ാം തീയതിയും 9-ാം തീയതികളിലും ഇന്ത്യയിലെ 36ഓളം ഇടങ്ങളെ ലക്ഷ്യം വെച്ച് 300 മുതൽ 400ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തി. പക്ഷേ ഇന്ത്യയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനെയെല്ലാം നിഷ്പ്രഭമാക്കിയെന്ന് മാത്രമല്ല, പിന്നീടുള്ള ദിവസങ്ങളിൽ ഇന്ത്യ തിരിച്ച് പാകിസ്ഥാനിലെ 11ഓളം സൈനിക താവളങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി. പാകിസ്ഥാൻ എന്തായാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്കിലും ഇന്ത്യൻ അതിർത്തിയിൽ ഡ്രോണുകൾ കൊണ്ട് വീണ്ടും ആക്രമണം നടത്തി, ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു. ഇതിൽ നിന്നെല്ലാം ഒരുപാട് ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് തുർക്കിയുടെ കള്ളക്കളി പൊളിഞ്ഞത്. പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ അസിസ്ഗാർഡ്, സോൺഗാർ ഡ്രോൺസ്, കമിക്കസെ എന്നെല്ലാം അറിയപ്പെടുന്ന ഡ്രോണുകളും ഉണ്ടായിരുന്നു. ഫോറൻസിക് പരിശോധനയിലൂടെയും ഡ്രോണുകളിൽ കണ്ട ലേബലിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇവ തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് ആ ഡ്രോണുകളിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് രേഖപ്പെടുത്തിയ ചില അടയാളങ്ങളുണ്ടായിരുന്നു. അതിൽ ആക്ഷേപകരമായ സ്മൈലുകളും കീപ്പ് വാച്ചിങ് എന്ന് രേഖപ്പെടുത്തിയ കുറിപ്പുകളും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ മുകളിൽ പറഞ്ഞ പാകിസ്ഥാനിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്ന തുർക്കിയുടെ ഒരു നാവിക കപ്പലില്ലേ, അതുവഴി ഇത്തരം ഡ്രോണുകളടക്കമുള്ള അടിയന്തര സഹായങ്ങൾ പാകിസ്ഥാന് നൽകിയതാവാമെന്നും ഇപ്പോൾ കരുതുന്നുണ്ട്. എന്തായാലും ചൈന മാത്രമല്ല, ഇന്ത്യക്കെതിരായുള്ള പാകിസ്ഥാൻ ആക്രമണത്തിൽ തുർക്കിയുടെ സഹായവും പാകിസ്ഥാന് ലഭിച്ചു എന്നാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഫോറൻസിക് അന്വേഷണം വ്യക്തമാക്കുന്നത്. ചൈനയിൽ നിന്നാണ് ഏറ്റവും അധികം ആയുധം പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്നത് എന്ന കാര്യം നമുക്കറിയാം. 2020ഓടെ പാകിസ്ഥാൻ ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്ന രണ്ടാമത്തെ രാജ്യമായിട്ട് തുർക്കി മാറിയതായിട്ട് വാർത്തകളുണ്ട്. ഇതെല്ലാം തെളിവുകളായി ഇന്ത്യ മനസ്സിലാക്കിയപ്പോൾ, വാർത്തയായപ്പോൾ, വലിയ ചർച്ചയായപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റിന് പുറമെ സാധാരണ ഇന്ത്യക്കാരും തുർക്കിക്കെതിരെ നിലപാടെടുക്കാൻ തുടങ്ങി. അതാണിപ്പോൾ ഇന്ത്യ തുർക്കി ബന്ധം വഷളാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴത്തെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പലരും ഇന്ത്യയിലെ ജനങ്ങൾ തുർക്കി ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തുർക്കി മാത്രമല്ല, അസർബൈജാന് മെയ് 9-ന് ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാന് പിന്തുണ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ രണ്ട് സ്ഥലങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടാണ് ബഹിഷ്കരണം നടക്കുന്നത്. ഇന്ത്യയിലെ പല ട്രാവൽ ഏജൻസികളും സ്ഥാപനങ്ങളും ഒക്കെ പരസ്യമായി തന്നെ തുർക്കിയുടെ നടപടികളെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈസ് മൈ ട്രിപ്പ് പോലുള്ള ട്രാവൽ ഏജൻസി കമ്പനികളുടെ വെബ്സൈറ്റെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ തുർക്കിയിലേക്കുള്ള യാത്ര ബുക്ക് ചെയ്യുന്നതിന് മുന്നേ അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടും തുർക്കിയും അസർബൈജാനും പാകിസ്ഥാന് പിന്തുണ നൽകുന്നതിനാലും ഇവിടേക്ക് ആവശ്യമെങ്കിൽ മാത്രം യാത്ര പോവുക, നിങ്ങളുടെ ഉത്തരവാദിത്തത്തോടെ ഒരു ഉചിതമായ തീരുമാനമെടുക്കുക. ഇങ്ങനെയാണ് ആ മെസ്സേജിൽ. അതായത് പരസ്യമായി തന്നെ ഇപ്പോൾ നടക്കുന്ന ബഹിഷ്കരണത്തെ ഇന്ത്യയിലെ പല ടൂറിസ്റ്റ് ഏജൻസികളും പിന്തുണയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാൽദീവ്സിൻ്റെ ചൈനീസ് അനുകൂല ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും ബഹിഷ്കരണ ക്യാമ്പയിനുകൾ നടന്നിരുന്നു. മാൽദീവ്സിൻ്റെ കാര്യമെടുത്താൽ വേൾഡ് ബാങ്കിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് ടൂറിസം ആകെ GDPയുടെ 21% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബഹിഷ്കരണത്തിന് മുന്നേ 2023 വിവരങ്ങളനുസരിച്ച് മാൽദീവ്സിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളിൽ 11% ഇന്ത്യയിൽ നിന്നായിരുന്നു. 2018 ഇത് 1 ലക്ഷത്തിനടുത്തായിരുന്നുവെങ്കിൽ 2023 ആയപ്പോഴേക്കും ഇത് 2 ലക്ഷമായിട്ട് കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ബഹിഷ്കരണം വലിയ രീതിയിൽ മാൽദീവ്സിനെ ബാധിച്ചതാണ്. പിന്നീട് അവർ ഇന്ത്യയോട് കൂടുതൽ നയതന്ത്രപരമായിട്ട് അടുപ്പം കാണിക്കാൻ ശ്രമിച്ചിരുന്നു. ഇന്ത്യൻ ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്ത് കീഴടങ്ങി മാൽദീവ്സ് പ്രസ്താവനകളും ഇറക്കി കരഞ്ഞിരുന്നു. ഇത് ഇവിടെ പറയാനുണ്ടായ കാരണം മാൽദീവ്സ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കിയതുപോലെ തുർക്കിയെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ബഹിഷ്കരിച്ചാൽ അതിനു തുല്യമായ പ്രത്യാഘാതമുണ്ടാക്കി തുർക്കി കീഴടങ്ങുമോ എന്നുള്ള വിവരം അറിയാനാണ്. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിൻ്റെ ഡേറ്റ അനുസരിച്ച് 2024 തുർക്കിയുടെ GDPയുടെ 12% ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിൽ നിന്നുള്ള പങ്ക്. മാൽദീവ്സിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഏകദേശം പകുതിയോളം മാത്രമേ ഇരുന്നുള്ളൂ. ഇനി അസർബൈജാൻ്റെ കാര്യമെടുത്താൽ 2014 ഏതാണ്ട് 5000ഓളം പേർ മാത്രമായിരുന്നു ഇന്ത്യയിൽ നിന്ന് വിനോദസഞ്ചാരികളായിട്ട് അസർബൈജാനിലെത്തിയിരുന്നത്. എന്നാൽ 2024 ആയപ്പോഴേക്കും ഇത് 2.5 ലക്ഷത്തോളമായി. അതായത് വലിയ വളർച്ചയാണ് ഈ കാര്യത്തിൽ അസർബൈജാൻ ഉണ്ടാക്കിയത്. ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. സോഷ്യൽ മീഡിയകളെല്ലാം കാണുന്നവർക്കറിയാം, സെലിബ്രിറ്റി വെഡ്ഡിങ്സ് കാണുന്നവർക്കറിയാം, ഇന്ത്യക്കാർക്ക് തുർക്കി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല,
അടുത്ത കാലത്തായി ഇന്ത്യൻ ആഡംബര വിവാഹങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് തുർക്കി മാറിയിട്ടുണ്ട്. 2020 കണക്കനുസരിച്ച് $100 മില്യൺ, അതായത് ഏതാണ്ട് 750-850 കോടി രൂപയോളം ഇന്ത്യൻ ആഡംബര വിവാഹങ്ങൾക്ക് വേദിയാകുന്നത് വഴി തുർക്കിയിലേക്ക് ഒഴുകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള ടൂറിസ്റ്റ് ബുക്കിംഗ് 60% ഇടിവുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കൂടാതെ ട്രിപ്പ് ക്യാൻസലേഷൻ 250% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒരുമിച്ചുകൊണ്ട് ഈ ബഹിഷ്കരണത്തിൽ പങ്കുചേർന്നുണ്ട്. ആലുവയിലെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ അവരുടെ തുർക്കി യാത്ര ഉപേക്ഷിച്ചത് വലിയ വാർത്തയായിരുന്നു. അഹമ്മദാബാദിലെ ജൈന വിഭാഗത്തിലെ 800ഓളം പേർ തങ്ങളുടെ തുർക്കി ട്രിപ്പ് ക്യാൻസൽ ചെയ്തതും ഇപ്പോൾ വാർത്തയായിട്ടുണ്ട്. അതായത് വലിയ രീതിയിൽ തന്നെ വിനോദസഞ്ചാരികൾ തുർക്കിയെ ബഹിഷ്കരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കിയെയും അസർബൈജാനെയും ഒക്കെ ബഹിഷ്കരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നഷ്ടമുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് തുർക്കിയുടെ ടൂറിസം മാർക്കറ്റ് മാൽദീവ്സ് പോലെയുള്ള ഒരു രാജ്യത്തെക്കാളും വളരെ വലുതാണ്. 2024 മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 62 മില്യണിലധികം, അതായത് ഏതാണ്ട് 6 കോടിയിലധികം പേരാണ് തുർക്കി വന്ന് കണ്ടിട്ടുള്ളത്. അതിൽ ഇന്ത്യക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 3-3.5 ലക്ഷം മാത്രമേ വരുന്നുള്ളൂ. ഇത് ഏതാണ്ട് 1% കുറവാണ്. മാൽദീവ്സിനെ പോലെ 11% ഇന്ത്യക്കാർ വരുന്ന ഒരു രാജ്യമല്ല തുർക്കി എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എണ്ണം വളരെ വളരെ കുറവാണ്. ഇതിൽ തന്നെ ഈ തുർക്കിയിലേക്ക് പോകുന്ന ആളുകളിൽ തന്നെ പകുതിയോളം ആളുകളും ബഹിഷ്കരിച്ചാലും തുർക്കിയുടെ ടൂറിസം മേഖലയെ അത് വലിയ രീതിയിൽ ബാധിക്കില്ല, അവരുടെ സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കില്ല. മാൽദീവ്സ് പോലുള്ള രാജ്യത്തുണ്ടാക്കിയ അത്ര പ്രത്യാഘാതം ഇവിടെ ഉണ്ടാവില്ല എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. അസർബൈജാൻ്റെ കാര്യമെടുത്താൽ 2024 അവിടെ വന്ന ആകെ ടൂറിസ്റ്റുകളുടെ ഏകദേശം 9% ഇന്ത്യക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അസർബൈജാൻ്റെ കാര്യത്തിൽ ടൂറിസം മേഖലയ്ക്ക് ഇന്ത്യയുടെ ബഹിഷ്കരണം ചിലപ്പോൾ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഈ ഒരു സാഹചര്യത്തിലും തുർക്കി പ്രസിഡന്റ് എർദോഗൻ പറഞ്ഞത് എന്തു വന്നാലും പാകിസ്ഥാൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നാണ്. ആ കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് മാത്രമേ ജനങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. നമുക്ക് അങ്ങോട്ട് പോവേണ്ട എന്ന തീരുമാനം എടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ ആയുധം എടുത്ത് യുദ്ധം ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഇതൊരു മോശം തീരുമാനമായിട്ട് കണക്കാക്കേണ്ടതില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യുക എന്ന രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ ബഹിഷ്കരണമൊന്നുമല്ല. നയതന്ത്ര തലത്തിൽ കൂടുതൽ പണികൾ തുർക്കിക്കായി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുർക്കി ഇതിനെല്ലാം മുന്നേയും കശ്മീർ വിഷയത്തിലായാലും ആർട്ടിക്കിൾ 370 അസാധുവാക്കുന്ന കാര്യത്തിലായാലും ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോന്നിരുന്നത്. ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര യുദ്ധം വളരെ മുന്നേ തന്നെ ആരംഭിച്ച ഒരു സംഗതിയുമാണ്. ഇപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ജനങ്ങൾ കൂടെ ഇടപെട്ട് ടൂറിസം രംഗത്തെ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നയതന്ത്ര തലത്തിൽ തുർക്കിയെ എതിർക്കുന്ന മറ്റ് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത്. ഉദാഹരണത്തിന് മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീസ്, സിപ്രസ് തുടങ്ങിയ രാജ്യങ്ങളോട് കൂടുതൽ അടുക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രീസും ഇന്ത്യയും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യ ചെയ്ത നടപടി. ഗ്രീസ് തുർക്കി സംഘർഷങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കം തന്നെയുണ്ട്. എണ്ണ പോലുള്ള വിഭവങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളായാലും ഇപ്പോൾ ഹാഗിയ സോഫിയ പള്ളി വിഷയമായാലും ഒക്കെ ഗ്രീസ് തുർക്കി വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ പാകിസ്ഥാൻ്റെ പക്ഷം ചേരുന്ന തുർക്കിക്ക് യോജിക്കുന്ന മറുപടിയാണ് ഇന്ത്യയും കൊടുക്കുന്നത്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിലാണ് ഇന്ത്യ നടപടികൾ സ്വീകരിക്കുന്നത്. ഇന്ത്യ നടത്തിയ മറ്റൊരു ഇടപെടൽ അർമേനിയ അസർബൈജാൻ സംഘർഷത്തിലാണ്. നമുക്കറിയാലോ അസർബൈജാൻ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്. നഗോർണോ കരാബാഗ് എന്ന തർക്ക പ്രദേശത്തെ ചൊല്ലിയുള്ളതാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ശത്രുത. ഇതിൽ ഈ പ്രദേശം അസർബൈജാനിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് എങ്കിലും അവിടുത്തെ ഭൂരിപക്ഷം അർമേനിയൻ വംശജരും ഇതിനെ അംഗീകരിക്കുന്നില്ല. ഇതിൽ തുർക്കി അസർബൈജാൻ്റെ പക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് അർമേനിയൻ പക്ഷത്താണ് ഇന്ത്യ നിലനിൽക്കുന്നത്. ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം അർമേനിയയ്ക്ക് ഇന്ത്യ ഇപ്പോൾ വിൽക്കുന്നുമുണ്ട്. കശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാൻ്റെ കൂടെ നിന്നോട്ടെ. അസർബൈജാനിലെ സ്ഥലത്തെ തുർക്കി കൂടെ പിന്തുണയ്ക്കുന്ന ഒരു വിഷയത്തിൽ നമുക്ക് തുർക്കിയുടെ ശത്രു രാജ്യത്തിൻ്റെ കൂടെ നിലനിൽക്കാം. അതായത് പണിക്ക് അതേ അളവിലുള്ള മറുപടിയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി തുർക്കിക്ക് ഇസ്ലാമിക ലോകത്ത് നിലനിൽക്കുന്ന അതിമോഹങ്ങളെ ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കുന്നു, നയതന്ത്രപരമായിട്ട് അതിനെ എങ്ങനെ നേരിടുന്നു എന്ന കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. സൗദി പോലുള്ള അറബ് രാജ്യങ്ങളെ മറികടന്ന് മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള മുന്നേറ്റങ്ങളെ പിന്തുണച്ച് മുസ്ലിം ലോകത്തിൻ്റെ നേതാവണം എന്ന മോഹം കാലങ്ങളായിട്ട് തുർക്കിക്കുണ്ട്. അതുകൊണ്ട് തന്നെ UAE, സൗദി പോലുള്ള അറബ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. 2022 ഇന്ത്യയും UAEയും തമ്മിൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഒപ്പിട്ടിരുന്നു. ഇത് തുർക്കിക്കുള്ള വലിയൊരു പണി തന്നെയാണ്. ഇതുവഴി ഇന്ത്യയും UAEയും തമ്മിൽ വ്യാപാരം, സൈനികം കൂടാതെ ഊർജ്ജ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയും UAEയും തമ്മിൽ ഒരുമിച്ചുകൊണ്ട് സൈനിക അഭ്യാസങ്ങളും നടത്തുന്നുണ്ട്. നമ്മൾ നോക്കണം, ലിബിയ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര വിഷയങ്ങളിൽ തുർക്കിക്കും UAE, സൗദി തുടങ്ങിയ രാജ്യങ്ങൾക്കും
വിരുദ്ധ നിലപാടുകളാണുള്ളത്. തുർക്കിയുടെ എതിർപക്ഷത്താണ് UAE, സൗദി പോലുള്ള രാജ്യങ്ങൾ. ഉദാഹരണത്തിന് ലിബിയയിലെ ഗവൺമെൻറ് ഓഫ് നാഷണൽ അക്കോർഡ് പ്രകാരം UN അംഗീകരിച്ച സർക്കാരിനെ തുർക്കി പിന്തുണയ്ക്കുന്ന സമയത്ത് അവർക്കെതിരെ പോരാടുന്ന ലിബിയൻ നാഷണൽ ആർമിയെയാണ് UAE പിന്തുണയ്ക്കുന്നത്. ഇതുപോലെ മറ്റൊരു കാര്യം നോക്കിയാൽ സൗദി സിറിയയിൽ ഇറാൻ്റെ സ്വാധീനം കുറയ്ക്കാൻ സുന്നി ഇസ്ലാമിക ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ തന്നെ മുസ്ലിം ലോകത്തിൻ്റെ നേതൃസ്ഥാനത്തിന് വേണ്ടി മറ്റ് സംഘർഷങ്ങളുടെ കാര്യമെല്ലാം നോക്കിയാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. ഇങ്ങനെ തുർക്കിയെ പരസ്യമായി പല വിഷയങ്ങളിലും എതിർക്കുന്ന രാജ്യങ്ങളുമായിട്ട് സഹകരണം വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ കാലങ്ങളായിട്ട് ചെയ്യുന്നത്. ഈ പാകിസ്ഥാൻ വിഷയത്തോട് ചേർന്നിട്ടല്ല നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. മുൻകൂട്ടി തുർക്കിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വിഷമുള്ള പാമ്പിൻ്റെ വിഷപ്പൽ അടിച്ചു കൊഴിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യമേ ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട്. കശ്മീർ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുർക്കിയുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുണ്ടാവുന്നുണ്ട്. അതിനെ എതിർക്കാനും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളുണ്ട്. ഇത്തരത്തിൽ നയതന്ത്രപരമായ തിരിച്ചടികളോടൊപ്പം തന്നെ ഇന്ത്യ ഇപ്പോൾ തുർക്കി സെക്യൂരിറ്റി ക്ലിയറൻസ് കമ്പനിയായ സെലബി ഏവിയേഷൻ്റെ സേവനങ്ങൾ ഇന്ത്യൻ എയർപോർട്ടുകളിൽ നിർത്തലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 9ഓളം പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ സെക്യൂരിറ്റി സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയായിരുന്നു ഇത്. എയർപോർട്ട് പോലെ അതീവ സുരക്ഷ വേണ്ട ഒരു മേഖലയിൽ ഇന്ത്യയെ പല കാര്യത്തിനും പിന്നിൽ നിന്ന് കുത്തുന്ന, തീവ്രവാദികളെ വെച്ച് ആക്രമിപ്പിക്കുന്ന, പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സേവനം നമ്മൾ നേടിയാൽ അത് രാജ്യത്തിന് നല്ലതാണോ? അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള ഒരു കമ്പനിയാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിൻ്റെ അപകടം എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ ഇന്ത്യ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതുപോലെ 2024 ഇന്ത്യൻ നാവിക കപ്പൽ നിർമ്മാണ കരാറിൽ നിന്ന് തുർക്കി കമ്പനിയെ ഇന്ത്യ മുന്നേ തന്നെ ഒഴിവാക്കിയിരുന്നു. അങ്ങനെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം മേഖലകളിൽ നിന്ന് ശത്രു രാജ്യങ്ങളെ സഹായിക്കുന്ന രാജ്യങ്ങളെ കഴിവതും ഒഴിവാക്കുന്ന നടപടികളാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതുവഴി തുർക്കി എന്ന രാജ്യത്തിന് വലിയ രീതിയിലുള്ള ലാഭവും ഉണ്ടാവുന്നതാണ്. അതുകൂടെ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ JNU, ജാമിയ മിലിയ ഇസ്ലാമിയ തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ തുർക്കിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിക്കുന്നതായിട്ടും ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തുർക്കിക്കെതിരായ നീക്കങ്ങളും നടപടികളും പടിപടിയായി മുൻകാലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യം വന്നതോടുകൂടി ഒന്നുകൂടെ തീവ്രമായ നിലപാടെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ചുരുക്കി പറഞ്ഞാൽ വെറും ടൂറിസം ബഹിഷ്കരണം മാത്രമല്ല, അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മളൊന്ന് സഹായിക്കുമെങ്കിലും തുർക്കിയുടെ നയതന്ത്ര കുതന്ത്രങ്ങൾ നമ്മൾ മുന്നേ തിരിച്ചറിഞ്ഞതാണ്. അതിനുള്ള നയതന്ത്ര പണികൾ അതാത് സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തുടങ്ങിയതുമല്ല. എന്തായാലും ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. പിന്നെ ഇതുപോലുള്ള അറിവുകൾ കൂടുതൽ ഇന്ത്യക്കാരിലേക്ക് എത്തണം. അതിനുവേണ്ടി ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, 20 ലക്ഷത്തിലധികം ആളുകൾ പഠിച്ച 15,000 രൂപ വിലമതിക്കുന്ന AI ട്രെയിനിങ് ആണ് ആദ്യം ജോയിൻ ചെയ്യുന്ന 1500 പേർക്ക് മാത്രം സൗജന്യമായിട്ടുള്ളത്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. അവസരം കളയേണ്ട, പെട്ടെന്ന് തന്നെ നോക്കിക്കോളൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.